ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകി ഊരാലുങ്കലിന് മാത്രം കൊടുക്കാനുള്ളത് 4 കോടിയിലധികം വരുന്ന രൂപ. ഭക്ഷണത്തിനടക്കം ചെലവാക്കിയതിൽ വൻ ക്രമക്കേടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൂർണ്ണ ക്രമക്കേടെന്നാണ് കണ്ടെത്തൽ. ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകി. 2 കോടിയുടെ സ്പോൺസർഷിപ്പ് ആര് നൽകിയെന്ന് വ്യക്തതയില്ല. ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത 2 കോടി ഇതുവരെയും തിരിച്ചടച്ചിട്ടുമില്ല. ഹോട്ടൽ താമസത്തിന് ചിലവായ 37 ലക്ഷത്തിന് GST ബില്ലുകളില്ല. ഇത് ദേവസ്വം ബോർഡിന് വൻ നഷ്ടമുണ്ടാക്കി. തുടങ്ങി നിരവധി ക്രമക്കേടുകളുടെ കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. കൂടാതെ കടം തീർക്കാനുള്ളത് 4.35 കോടി രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഊരാളുങ്കലിന് മാത്രം കൊടുക്കാനുള്ളത് 4.04 കോടി രൂപയാണ്. ശേഷിച്ച തുക ബാർ അറ്റാച്ച്മെന്റ് ഹോട്ടലുകൾക്ക് ഇനിയും സർക്കാർ നൽകാനുണ്ട്. പരിപാടിയിൽ 4000 പേർ മാത്രം പങ്കെടുത്തെന്നാണ് സർക്കാർ കണക്ക്. എന്നാൽ 5000 പേർ ഭക്ഷണം കഴിച്ചെന്ന് കണക്കിൽ പറയുന്നു. കൂടാതെ സംഗമത്തിന്റെ അന്ന് രാത്രി 3000 പേർ ഭക്ഷണം കഴിച്ചെന്നും സർക്കാരിന്റെ കണക്കിൽ പറയുന്നു. ഇതെല്ലാം തട്ടിപ്പ് എന്നത് വ്യക്തം. സ്വതന്ത്ര ഓഡിറ്റിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിനായി സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും സാധിക്കാതെ വന്നതോടെ ദേവസ്വം ബോർഡിന് 3 കോടി 40 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വന്നു. 5 കോടി രൂപയാണ് സംഗമത്തിനായി പ്രതീക്ഷിച്ചിരുന്ന ചിലവ്. എന്നാൽ 6 കോടിയിലേറെ ചിലവെന്നതാണ് ഓഡിറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജനം, തിരുവനന്തപുരം.